നമുക്ക് ഈ ചോദ്യം നോക്കാം. കണ്ണൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയോട് 2 കുറവാണ്. രാമുവിൻ്റെ വയസ്സ് മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടിയോട് 1 കൂട്ടിയാൽ മതി. മധുവിന് 3 വയസ്സാണെങ്കിൽ കണ്ണൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. കണ്ണൻ്റെ വയസ്സ് എത്രയാണ്? കണ്ണൻ്റെ വയസ്സെന്ന് പറയുന്നത് രാമുവിൻ്റെ വയസ്സിനോട് 4 ഇരട്ടി കൂട്ടിയിട്ട് 2 കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ രാമുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടിയോട് 1 കൂട്ടിയാൽ മതി. മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടിയോട് 1 കൂട്ടിയാൽ മതി. ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവേണ്ടത്. ഇത് മനസ്സിലായേ പറ്റുള്ളൂ, വേറെ ഓപ്ഷനില്ല. കണ്ണൻ്റെ വയസ്സ് 4 ഇരട്ടിയോട് രാമുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയാണ്, -2 2 കുറച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. രാമുവിൻ്റെ വയസ്സാണെങ്കിൽ മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടിൻ്റെ കൂടെ 1 വയസ്സ് കൂട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. ഇത് മര്യാദയ്ക്ക് എഴുതിയാൽ മനസ്സിലായില്ലേ? m മധുവിൻ്റെ വയസ്സിൻ്റെ 2 + 1 രാമുവിൻ്റെ വയസ്സ്. കണ്ണൻ്റെ വയസ്സ് പറഞ്ഞാൽ രാമുവിൻ്റെ വയസ്സിൻ്റെ 4 - 2 എന്നാണ്. മധുവിൻ്റെ വയസ്സ് ഇവിടെ എത്രയാണ് കൊടുത്തേക്കുന്നത്? 3 എന്ന് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവസാനം കണ്ണൻ്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടോ അല്ലേ? കണ്ണൻ്റെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ഇക്വേഷൻ മധു എവിടെയാണുള്ളത്? ആ ഇക്വേഷനിലേക്ക് ഇടാം. രാമു ഏജ് = മധുവിൻ്റെ ഏജ് 3 എന്ന് കൊടുത്തിട്ടുണ്ട്, × 2 + 1 ആണോ? എത്ര കിട്ടും? = രാമുവിൻ്റെ വയസ്സ് 7 ആണ്. അപ്പോൾ മറ്റേ ഇക്വേഷനിൽ എന്താ? കണ്ണൻ്റെ വയസ്സ് = 4 × രാമുവിൻ്റെ വയസ്സ് -2 അല്ലേ? അതിൽ ചോദിച്ചിരിക്കുന്നത് -2. -2. അപ്പോൾ എത്ര വരും? = 7 നമുക്ക് കിട്ടിയത്, -2. അപ്പോൾ 4 28 എത്ര? 28 അല്ലേ? 28 - 2 എത്ര കിട്ടി? 26 വയസ്സ്. കണ്ണൻ്റെ വയസ്സ് 26 കിട്ടി. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി 26 അല്ലേ നമുക്ക് കിട്ടിയത്? അതെ, 26. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താ? ഇത് മനസ്സിലാക്കലാണ്, ഈ ചോദ്യം മനസ്സിലാക്കലാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. കണ്ണൻ്റെ വയസ്സ് അതൊരു ഇക്വേഷൻ ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ചോദ്യം മനസ്സിലായി. ഇപ്പോൾ നമ്മൾ എഴുതിയല്ലോ, പെട്ടെന്ന് തന്നെ എഴുതിയില്ല നമ്മൾ. കണ്ണൻ്റെ വയസ്സ് = രാമുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി -2, രാമുവിൻ്റെ വയസ്സ് = മധുവിൻ്റെ 2 ഇരട്ടി + 1. ഇക്വേഷൻ എഴുതി പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തങ്ങ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.